ഞങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? ഇതിനു മുമ്പും ഞങ്ങൾ വിളിപ്പിച്ചതല്ലേ? പറഞ്ഞു വിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ എന്ത് വേണമെന്ന് സാർ തന്നെ പറഞ്ഞോളൂ. ആലോചിച്ച് വേണ്ട പോലെ ചെയ്യാം. എനിക്കൊരു എതിർപ്പുമില്ല സാർ. എനിക്കൊന്നും ചോദിക്കാനില്ല. സാറ് പറഞ്ഞതാ ശരി. പക്ഷേ അവനിവിടെ നിർത്തുന്നത് മറ്റു പലർക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞങ്ങൾ അവനെ കൊണ്ടുപോയിക്കോളാം. ഇനി നിങ്ങളൊന്നും ചെയ്യണ്ട. കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ആയിട്ടുണ്ട്. എപ്പോഴും അവനൊരു ചോദ്യം ചോദിക്കാൻ നിങ്ങളുടെ പിന്നാലെ നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവനിവിടുന്ന് പോകുന്ന സ്ഥിതിക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരമെങ്കിലും കൊടുത്തൂടെ? ഇനി ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ അവനുണ്ടാവില്ലല്ലോ. ഞാൻ അവനെ വിളിക്കാം. അത് വേണോ? ഏതായാലും പോവല്ലേ, നമ്മൾ അതിനും സമ്മതിച്ചില്ലാന്ന് വേണ്ട. അവൻ ചോദിക്കട്ടെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങളിഷ്ടം പോലെ. ശരി. ചോദിക്കേ. നിന്റെ ചോദ്യത്തിനായി കാത്തിരിക്കുക എല്ലാവരും. മോനെ, നീ ധൈര്യമായിട്ട് ചോദിക്കടാ. നീ ചോദിക്കടാ. ചോദിക്കട്ടെ. അതെ, ഒരാൾക്ക് നിൽക്കാൻ ഒരടി സ്ഥലം പോരെ? ആ ഒരടി മാത്രം അവിടെ നിർത്തിയിട്ട് ചുറ്റുമുള്ള ബാക്കി സ്ഥലങ്ങളൊക്കെ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്താൽ എന്താ സംഭവിക്കുക? മോൻ താഴേക്ക് വയ്ക്കും. നമ്മളാരും അവനൊരു ഉത്തരം കൊടുത്തില്ല. എന്താ മാഷ ഇത്? ഇത്തരം ചോദ്യങ്ങളാണ് അവന്റെ കയ്യിലുള്ളത്. അതിന് ഞങ്ങൾ എന്തു മറുപടി പറയാനാ? ചോദ്യം ഒരു വിഡ്ഢിത്തമായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അത് നിങ്ങൾ ചോദ്യത്തെ സമീപിക്കുന്ന രീതി കൊണ്ടാണ്. അവൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾ വെറുതെ കേൾക്കുക മാത്രമാണ് ചെയ്തത്. ചോദ്യം മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അവൻ പറഞ്ഞൊരവസ്ഥ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്ക്. ശരിക്കും ഭയാനകമായിരിക്കും അത്. ചുറ്റും ആരുമില്ല, ഭൂമിയിൽ താൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുമ്പോഴുള്ളൊരവസ്ഥ. ഒറ്റപ്പെടൽ, ഏകാന്തത. പഠിക്കാത്തതിൻ്റെ പേരിൽ അവനെ നിങ്ങൾ മാറ്റി നിർത്തി. കൂട്ടത്തിൽ ചേരാത്തതിനെല്ലാം അകറ്റി നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞതുപോലെ ആ ഒരടിക്ക് മുകളിൽ ചവിട്ടി നിൽക്കുന്നത് നിങ്ങളാണ്. ശരിക്കും നിങ്ങളാണ്. നിങ്ങളാണ് 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 പഠിക്കാത്തതിൻ്റെ പേരിൽ അവനെ നിങ്ങൾ മാറ്റി നിർത്തി. ആ ഒരടിക്ക് മുകളിൽ ചവിട്ടി നിൽക്കുന്നത് നിങ്ങളാണ്. നിങ്ങളാണ് ഉത്തരം കിട്ടിയോ മിസ്സേ?